ഇന്നത്തെ ഒരു ട്രെൻഡിങ് ആണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. 8 മണിക്കൂർ മാത്രം ഭക്ഷണം കഴിച്ചിരിക്കുക, ബാക്കി 8 മണിക്കൂർ കഴിക്കാതിരിക്കുക. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന ട്രെൻഡ് ആണെങ്കിൽ അത് വളരെ സിമ്പിൾ ലോജിക്കാണ്. അതായത് രാത്രിയുടെ ഭക്ഷണം നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം സ്വാഭാവികമായി നമുക്ക് വിശക്കുന്ന സമയത്ത് ഏകദേശം കഴിക്കാൻ പറ്റും. സമ്മൺ ഈസ് പ്രഗ്നന്റ്, അല്ലെങ്കിൽ ക്രോണിക് ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള കിഡ്നി എയിൽമെന്റ്സ് ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബ്ലൈൻഡ്ലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. യോഗ കൊണ്ട് എങ്ങനെ നമുക്ക് ഒരു അസുഖം ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും? കോർ ക്ലാസിക്കൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതല്ലാതെ ഈ പറയുന്ന സ്റ്റീരിയോ ടൈപ്പ് 1 ലൈക്ക് വെയിറ്റ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ നോക്കാതെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആംഗിളിൽ നിന്ന് അതിനെ കാണുകയാണെങ്കിൽ യോഗയ്ക്ക് കുറേ കൂടെ ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് യോഗയ്ക്കാണ്. എങ്ങനെ ഒരു ആരോഗ്യപരമായി ഒരാൾ ജീവിക്കണം, അയാളുടെ ഫുഡ്, അയാളുടെ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് എങ്ങനെ ആയിരിക്കണം എന്നാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്? ലിസ്ണിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബോഡി വിൽ ഹെൽപ്പ് യു ഹീൽ when you try giving an ear and listening to it. വെൽക്കം ബാക്ക് ടു ഡോക്ടർസ് ഡയറി. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നാച്ചുറോപ്പതിയും യോഗ കൺസൾട്ടന്റുമായ ഡോക്ടർ ആനന്ദാണ്. സ്വാഗതം ഡോക്ടർ. താങ്ക് യു നിത്യ ഫോർ ഇൻവൈറ്റിംഗ്. താങ്ക് യു ഡോക്ടർ. ഇന്ന് എല്ലാവരും പെട്ടെന്നുള്ള ഒരു മെഡിസിൻ, എങ്ങനെ പെട്ടെന്ന് അസുഖം മാറ്റാം, അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും നോക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ. മോഡേൺ മെഡിസിനിലേക്ക് എല്ലാവരും മാറുന്ന ഒരു കാലഘട്ടമാണ്. എന്നാലും അതിൽ ഒരുപാട് പേര് ഇപ്പം അതിൽ നിന്ന് തിരിഞ്ഞ് നമ്മുടെ പ്രകൃതി ചികിത്സയിലേക്ക് മാറുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത്? അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു അസുഖത്തിനെ സമീപിക്കുന്ന സിംറ്റംസ് ആണ് ബേസിക്കലി നമ്മളൊരു ഫ്രണ്ടിൽ കണ്ടിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ സിംറ്റംസ് ഉണ്ടാകുമ്പോൾ വലിയ ഡിസ്കംഫേർട്ട് ഉണ്ടാകും. ആ ഡിസ്കംഫേർട്ടിനെ എത്രയും പെട്ടെന്ന് നമ്മൾ സോൾവ് ചെയ്യുക എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. നമുക്കൊരു പ്രശ്നം വന്നാലും നമ്മൾ ആ ഡിസ്കംഫേർട്ടിനെ സോൾവ് ചെയ്യാനാണ് ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത്. ആ ഡിസ്കംഫേർട്ടിനെ സോൾവ് ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി ഒരു മരുന്ന് കഴിക്കാനാണ്. കാരണം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഡിസ്കംഫേർട്ട് കുറഞ്ഞു കിട്ടും. പക്ഷേ നാച്ചുറോപ്പതി ഈ മൊത്തം ഈ സിനാരി ഈ കൺവെർസേഷനിൽ ഒരു പ്രത്യേക ഒരു പെർസ്പെക്റ്റീവ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ശരീരം എന്തുകൊണ്ടായിരിക്കും ഈ ഡിസ്കംഫേർട്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ സിംറ്റം എന്തുകൊണ്ടാണ് കാണിക്കുന്നത്. ഇത് ലൈഫ് സസ്റ്റെയിനിങ് മെഷേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് ഇംപ്രൂവിങ് മെഷേഴ്സായ ഉറക്കം, വ്യായാമം, വിശ്രമം, ഇമോഷണൽ തോട്ട്സ്, അതല്ലാതെ നമ്മളെ ജനറൽ വെൽബീങ് എല്ലാം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകും നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ നാച്ചുറോപ്പത്തിയുടെ ഒരു അപ്രോച്ച് സിംറ്റം ബേസ്ഡ് ആയിട്ട് മാറിയിട്ട്, സിംറ്റം ബേസ്ഡ് മാത്രമല്ലാതെ ഒരു ഹോളിസ്റ്റിക് ആംഗിളിലേക്ക് കൂടെ പോകണം. ഹോളിസ്റ്റിക് ആംഗിൾ എന്ന് പറയുമ്പോൾ ശരീരം ത്രൈവ് ചെയ്യേണ്ട ഒരു ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അതായത് നമ്മൾ അതിന് വേണമെങ്കിൽ ചുരുക്കത്തിൽ ആരോഗ്യം എന്ന് വേണം പറയാം. ആ ആംഗിളിലേക്കും കൂടെ പോകുന്നു. അങ്ങനെ വരുമ്പം സിംറ്റമിനെ പോസിറ്റീവ്ലായിട്ട് അഡ്രസ്സ് ചെയ്യാനും പറ്റും, അതേപോലെ സിംറ്റം റെപ്പിറ്റേഷൻ കുറയ്ക്കാനും പറ്റും. ഒരു ഉദാഹരണത്തിന് ഒരു അസിഡിറ്റി ഉണ്ടാവുകയാണ്, ജനറൽ ആയിട്ടുള്ള കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. അസിഡിറ്റി ഉണ്ടാവുകയാണെന്ന് വെക്കുക. അപ്പോൾ അതിനൊരു മരുന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്രസ് ആവുന്നുണ്ട്. പക്ഷേ അസിഡിറ്റി ഉണ്ടാവുന്നത് ഭക്ഷണം തെറ്റിയോണ്ട് മാത്രം ആവണമെന്നില്ല. ഏത് സമയത്ത് കഴിച്ചു, അയാളുടെ മെൻ്റൽ അവസ്ഥ എന്തായിരുന്നു അയാൾ ഭക്ഷണം കഴിച്ച സമയത്ത്, അല്ലെങ്കിൽ അയാൾ ഡ്രെയിൻഡ് ആയിരുന്നു, അയാൾക്ക് വേറെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഇതെല്ലാം തന്നെ കളക്റ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാച്ചുറോപ്പത്തിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് വെച്ചാൽ അവർ എക്സ്ട്രാ ആംഗിൾ ഓഫ് ഒബ്സർവേഷൻ ആൻഡ് കോസ് തിങ്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ആ മാനേജ്മെൻറ്റ് കുറച്ചും കൂടി എളുപ്പമാവുന്നുണ്ട്. അത് തന്നെ ഒരു റീസൺ വൈ പീപ്പിൾ ആർ മോർ ഓവർ ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ദിസ് കൈൻഡ് ഓഫ് സിസ്റ്റം, ബിക്കോസ് അതിൻ്റെ റെപ്പിറ്റേഷൻ ഓഫ് എ സിംറ്റം വളരെ കുറവാണ്. വൺസ് യു അഡ്രസ് ദി കോസ് ആൻഡ് യു ലേൺ ദാറ്റ് ദിസ് ഹാസ് കോസ് ദിസ് പ്രോബ്ലം, അപ്പം അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സസ്റ്റൈനബിൾ അഡ്രസ്സിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരും ഇപ്പോൾ കുറേയൊക്കെ പറയുന്ന സിംറ്റം മാനേജ്മെൻറ്റ് വെച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ റിക്കർ ആകുമ്പോൾ അവർക്കും ആ ഡിസ്കംഫർട്ട് റിക്കർ ആവുന്നതിൻ്റെ ഒരു അവയർനെസ് നോളജും ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി റീസൺ ദേ ആർ ഓർഗാനിക്കലി ഷിഫ്റ്റിംഗ് ടു എ സിസ്റ്റം കോൾഡ് നാച്ചുറോപ്പത്തി ഓർ എ ലൈഫ് സ്റ്റൈൽ ഇൻ്റർവെൻഷൻ തെറപ്പി എന്നുള്ള രീതിയിൽ ഷിഫ്റ്റ് ആവുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ യോഗയും അതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം സാധാരണ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉള്ളതെന്ന് വെച്ചാൽ യോഗ ചെയ്യുന്നത് നമ്മുടെ ഒരു ബോഡിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ്. അപ്പം യോഗ കൊണ്ട് എങ്ങനെ നമുക്ക് ഒരു അസുഖം ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും? യോഗയിൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞ ആസ്പെക്റ്റിന് ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. ഫ്ലെക്സിബിൾ ആക്കും യോഗ. പക്ഷേ ഈ പറയുന്ന വെയിറ്റ് മാനേജ്മെൻ്റ് ഉള്ള കാര്യം, ഒരു പർട്ടിക്കുലർ കോസ്റ്റ് മാനേജ്മെൻറ്റ് കാലം യോഗയ്ക്ക് ഒരു വലിയ കുറച്ചും കൂടെ ബ്രോഡർ സ്പെക്ട്രം ഡയമെൻഷനുണ്ട്. യോഗ ഇവോൾവ് ആകുമ്പോൾ തൊട്ട് ഇന്ന് വരെ നല്ലൊരു യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾ എക്സ്റ്റേണൽ കാര്യങ്ങളിലേക്ക് ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. അയാളുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അയാൾക്ക് ഉള്ളിലേക്ക് കുറേ കൂടെ സിങ്ക് ആവുകയും അയാൾ ബെറ്ററായിട്ട് സിറ്റുവേഷൻസ് കാണുകയും റെസ്പോണ്ട് ചെയ്യുക എന്നാണ്. ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാലിൽ നിൽക്കുന്ന ഒരാളാണെന്ന് വെക്കുക. നമ്മളൊരു എവിടെയെങ്കിലും ഒരു ഹോർഡിങ് കണ്ടു, അപ്പോൾ ദാറ്റ് വിൽ അട്രാക്ട്. സോ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. ദിസ് വിൽ കോസ് 2 things. One is either attract a person to join a yoga session, or old age ആണെങ്കിൽ that will limit the person from thinking, ഇതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിലാണ് യോഗ.
പക്ഷെ ആ ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരാൾ ഇന്റേണലി ബാലൻസ്ഡ് ആവണമെന്നില്ല. അപ്പൊ അതിനേക്കാൾ നല്ലത് ഇന്റേണൽ ബാലൻസ് ചെയ്യാനുള്ള വേറെ കുറെ ടെക്നീക്സ് ഉണ്ട്. അതായത് ബ്രീതിങ് പ്രാക്ടീസസ് ഉണ്ട്, റിലാക്സേഷൻ ടെക്നീക്സ് ഉണ്ട്. അത് ഇൻസൈഡ് ഔട്ട് ഒരാളെ കാമും കമ്പോസ്റ്റും ആക്കിയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അയാളുടെ റെസ്പോൺസ് ടുവേർഡ്സ് പർട്ടിക്കുലർ സിറ്റുവേഷൻ ഓർ ഓൾ ദി സിറ്റുവേഷൻ കുറെ കൂടെ ബെറ്റർ ആവും. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതുപോലെ ഫിസിക്കൽ ഡെവലപ്മെന്റും ഉണ്ട്. പക്ഷെ അതിനേക്കാളും ഉപരി യോഗ പറയുന്ന ഒരു ഇന്റേണൽ കണക്ഷനാണ്. അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോർ ക്ലാസിക്കൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതല്ലാതെ ഈ പറയുന്ന സ്റ്റീരിയോ ടൈപ്പ് വൺ ലൈക്ക് വെയിറ്റ് മാനേജ്മെന്റോ അല്ലെങ്കിൽ അങ്ങനത്തെ നോക്കാതെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആംഗിളിൽ നിന്ന് അതിനെ കാണുകയാണെങ്കിൽ യോഗയ്ക്ക് കുറെ കൂടെ ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് യോഗയ്ക്കുണ്ട്. ഇപ്പം യോഗയുടെ കൂടുതലും ബ്രീത്തിങ് ആണെന്ന് പറഞ്ഞു. അപ്പം ഈ ഓരോ ആളുകളും ഓരോ ശരീര പ്രകൃതമുള്ള ആളുകളാണ്, പല മാനസിക ഇതായിട്ട് വരുന്ന ആളുകളാണ്. അപ്പം എല്ലാവർക്കും ഒരേപോലെ ഒരു യോഗ തെറാപ്പി എങ്ങനെ അത് ഇതായി വരും? എല്ലാവർക്കും ഒരേപോലത്തെ യോഗ സൂട്ട് ആവില്ല. അതെ, ഇത് പറയുന്നത് ഇത് ആളെ നോക്കിയിട്ട് യോഗ ചെയ്യിപ്പിക്കണമെന്നാണ്. അല്ലെങ്കിൽ യോഗയ്ക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പം ലൈക്ക് സമ്മൺ ഹു ഇസ് സ്ട്രെസ്ഡ് ആൻഡ് സമ്മൺ ഹു ഇസ് ഹാവിങ് ബാക്ക് പെയിൻ, രണ്ടുപേരും ഒരേ സെഷനിലുണ്ടെന്ന് വയ്ക്കുക. രണ്ടുപേരും ഇരിക്കുന്നത്, രണ്ടുപേരും ബോഡി ആ പ്രാക്ടീസിൽ ഇരിക്കുന്ന രീതി വേറെ ആയിരിക്കും. ഒരാൾ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അയാൾ വളരെ കോൺഷ്യസ് ആയിട്ടായിരിക്കും. ബാക്ക് പെയിൻ ഉള്ള ആളും കോൺഷ്യസ് ആയിരിക്കും, പക്ഷേ അയാളുടെ അവയർനെസ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ബാക്കിലായിരിക്കും. രണ്ടുപേർക്കും ഒരുപോലത്തെ പ്രാക്ടീസ് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആസ് എ ക്ലിനിഷ്യൻ, നമ്മളെ ക്ലിനിക്കിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു കൺസൾട്ടേഷൻ ചെയ്യും. ദ ഐഡിയ ഓഫ് കൺസൾട്ടേഷൻ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് പേഴ്സൺ വാണ്ട്സ് ടു ജോയിൻ യോഗ. അവിടെ തന്നെ നമുക്ക് അവരെ ഇൻട്രസ്റ്റ് മനസ്സിലാവുമ്പോഴത്തേക്ക് ദാറ്റ് ബിക്കംസ് ഈസി ടു സെഗ്രേറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്രൂപ്പ് സെഷൻ ആണെങ്കിൽ കൂടെ തന്നെ ഈ രണ്ടുപേർക്കും കോമൺ പ്രാക്ടീസും ചെയ്യിപ്പിക്കാം, അതേപോലെ സ്പെസിഫിക് പ്രാക്ടീസസും ചെയ്യിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, ചില ബ്രീതിങ് ടെക്നിക്സ് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ നടുവേദനയുള്ള ആൾക്ക് ഇരുന്ന് പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കംഫർട്ടബിൾ പോസ്ചർ ഓപ്റ്റ് ചെയ്ത് അതിനൊരു തെറപ്യൂട്ടിക് ആംഗിളിൽ നിന്ന് മോഡുലേറ്റ് ചെയ്തിട്ടാണ് ആ പ്രാക്ടീസ് പൊതുവെ ചെയ്യുന്നത്. സോ കമ്മിങ് ടു ആൻ ആൻസർ, ഗിവിങ് എ ക്രിസ്പ് ആൻസർ, വൺ യോഗ ഫിറ്റ്സ് ഓൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. യോഗയുടെ പ്രിൻസിപ്പൽ ഫിലോസഫി വളരെ ബ്രോഡും എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും വെൻ ഇറ്റ് കംസ് ടു സർട്ടീൻ പ്രാക്ടീസസ് യൂണിഫോം ആയിട്ട് എല്ലാവർക്കും ഒരേ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട് ദിവസം ഒരു 10 മിനിറ്റ് എങ്കിലും യോഗ ചെയ്യണം. അപ്പം ഈ 10 മിനിറ്റ് എങ്കിലും യോഗ ചെയ്യുമ്പം അതൊരു കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ബോഡിക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പം ഓരോരുത്തർക്കും പല രീതിയിലുള്ള യോഗ, ബ്രീത്തിങ് പോലെ തന്നെ യോഗാസനങ്ങളുണ്ടോ? ഈ 10 മിനിറ്റ് എന്ന് പറയുന്നത് ബെയർ മിനിമം ടൈമാണ്. ബട്ട് ടു സമ്മൺ ഹു ഈസ് സ്റ്റാർട്ടിങ് ആൻഡ് ഹു ഈസ് ഹാവിങ് എ വെരി ഹെക്ടിക് ലൈഫ് സ്റ്റൈൽ, അയാൾ 10 മിനിറ്റും കൺസിസ്റ്റൻ്റ് ആയിട്ട് അയാൾക്ക് വേണ്ടി ഡിവോട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ അങ്ങനെ വരുമ്പോൾ പൊതുവെ റെക്കമെൻഡ് 10 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇൻറ്റൻസ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഒന്നും റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം ഇൻറ്റൻസ് ആയിട്ടൊരു പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു റിക്കവറി ടൈം ഉണ്ടാവണം. ആ റിക്കവറി ടൈം എന്തായാലും 10 മിനിറ്റിനുള്ളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. സോ കൺസിഡറിങ് എവറി വൺ ബീങ് വെരി സെഡൻറ്ററി, ഇരുന്നിട്ടുള്ള ജോലിയാണ്, മൂവ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ IT പ്രൊഫഷണൽസ് ആണ് അല്ലെങ്കിൽ ഡെസ്ക് ജോബ് ആണെങ്കിൽ ഐ ബേസിക്കലി അഡ്വൈസ്ഡ് മോർ ടു ഡു ലൂസ്നിങ് എക്സസൈസസ്, ജോയിൻറ്റ് മൊബിലിറ്റി എക്സസൈസസ്. അതേപോലെ സ്ട്രെസ്സിനെ കൗണ്ടർ ചെയ്യാന്ന് വെച്ചാൽ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രീതിങ് എക്സസൈസസ് ആണ് ഈ 10 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒന്ന് ഓർത്ത് നോക്കുക, ഇയാൾ 10 മിനിറ്റിൽ ചെയ്യുകയും ഇതിൻ്റെ ഒരു റിസൾട്ട് അയാൾക്ക് കിട്ടുകയാണെന്ന് വെച്ചോളൂ. സ്വാഭാവികമായി ദാറ്റ് വുഡ് ഡ്രൈവ് ഹിം ടു ആഡ് ഓൺ അനദർ 5 മിനിറ്റ്സ്. അങ്ങനെ 5 മിനിറ്റ്സ് ഒരു മാസം ആഡ് ചെയ്താൽ തന്നെ നമുക്ക് ആലോചിക്കാം എന്തോരം സമയം ഹി ഓർ ഷീ വുഡ് ബി ഏബിൾ ടു അക്കോമഡേറ്റ് കംഫർട്ടബിളി. ഇപ്പം നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഒരു അസുഖം വന്നാൽ അത് സ്വയം അസുഖപ്പെട്ട് തന്നെ പോകണം എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങളായിരിക്കും നമുക്ക് അങ്ങനെ സ്വയം നമ്മൾ അതിനെ മരുന്നൊന്നും കഴിക്കാതെ ഈ ഒരു ചികിത്സയിലൂടെ മാറ്റാൻ പറ്റുന്നത്? ഈ ഒരു ആശയത്തിന് 2 ആംഗിളിൽ നിന്നും കാണാം. എല്ലാ അസുഖവും വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കായിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അസുഖം കൂടെയുള്ളൂ. പക്ഷേ ഇതിൻ്റെ പുറകെ ഉള്ളൊരു പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ശരീരത്തിന് സ്വയം ചികിത്സിക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഈ സ്വയം ചികിത്സിക്കാനുള്ളൊരു പോസിബിലിറ്റി നാച്ചുറോപ്പത്തി പറയുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസും പോസിബിലിറ്റീസും മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ക്രോണിക് ആയിട്ട് ഡയബറ്റീസ് ഉണ്ടെന്ന് വയ്ക്കാം. അയാൾക്ക് സ്വയം ചികിത്സിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കിപ്പോൾ മരുന്നിൻ്റെ ആവശ്യം ഉണ്ടെന്നും വയ്ക്കാം. അയാൾ മരുന്ന് എടുക്കാതെ വീട്ടിൽ ഇരുന്ന് ചികിത്സ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുമായിരിക്കും. അപ്പം ഇവിടെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ ഇൻറ്റൻസ് ആയിട്ട് HbA1c ഒക്കെ ഒത്തിരി കൂടിയിരിക്കുന്ന സ്റ്റേറ്റിലും അതേപോലെ ഫാസ്റ്റിംഗ് ഷുഗർ ഒത്തിരി കൂടിയിരിക്കുന്ന സ്റ്റേറ്റിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ജനറൽ ആയിട്ടുള്ള ഡയബറ്റീസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബോഡിക്ക് സ്വയം ചികിത്സിക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ അയാൾക്കറിയില്ല അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ ആ കഴിവ് യൂസ് ചെയ്യണമെങ്കിൽ ബോഡി ചില കാര്യങ്ങൾ നമ്മളടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഭക്ഷണം പ്രോപ്പറായിരിക്കണം,
വിശ്രമം ഉണ്ടായിരിക്കണം, ഇമോഷണൽ ബാലൻസ് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും, വ്യായാമം ഉണ്ടായിരിക്കണം. ജനറലി 4 pillars പറയും. ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കൊരു ഗൈഡൻസ് വേണ്ടി വരും. അത് ചെയ്യുകയാണെങ്കിൽ ഇനിഷ്യലി ആൾ മരുന്ന് എടുക്കുകയാണെന്ന് വയ്ക്കുക, ശരീരം എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്ന സെൻസ് ഒരു പോസിറ്റീവ് എൻവയറമെൻറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് ശരീരം ആ ഡ്രഗ് ഇൻട്രാക്ഷൻസ് ബെറ്റർ ആവും. അതുമൂലം ബോഡിയിൽ ഹെൽത്തും ഇമ്പ്രൂവ് ആയി വരുമ്പോഴത്തേക്ക് മെറ്റബോളിക് ചേഞ്ചസ് ബെറ്റർ ആവും, ഇൻഫ്ലമേഷനൊക്കെ കുറഞ്ഞു വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മരുന്ന് ടേപ്പർ ചെയ്യാൻ പറ്റും. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ അയാളിരുന്ന് സ്വയം ചികിത്സിക്കാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ട്, അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അത് കോംപ്ലിക്കേറ്റ് ആവുകയും ചെയ്യാം. പക്ഷെ ശരീരം എന്ത് ചെയ്താലും ശരീരത്തിന് എന്നൊരു അവസരം കൊടുത്താലും ശരീരം പോസിറ്റീവായിട്ട് തന്നെ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ നോക്കും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കളക്റ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഭക്ഷണം മാത്രം ശരിയാക്കിയാൽ പോരാ, ആ എൻവയറമെൻ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണലി ബാലൻസ് ചെയ്യാനുള്ള ഒരു എൻവയറമെൻറ്റ് ശരീരത്തിന് ഉണ്ടാവണമെന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇന്നത്തെ ഒരു ട്രെൻഡിങ് ആണ് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്. ഈ 8 മണിക്കൂർ മാത്രം ഭക്ഷണം കഴിച്ചിരിക്കുക, ബാക്കി 8 മണിക്കൂർ കഴിക്കാതിരിക്കുക. പണ്ട് ഇതിന് ഉപവാസം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രകൃതി ചികിത്സയിൽ പറയും. സത്യത്തില് നമ്മൾ ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിക്കുമ്പം എന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്? ഓക്കെ, ഇപ്പം നിത്യ പറഞ്ഞ 2 കാര്യങ്ങളാണ്, ഫാസ്റ്റിങ്ങും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, രണ്ടും വേറെ ആസ്പെക്ട്സ് ആട്ടോ. ഫാസ്റ്റിംഗ് എന്ന് നാച്ചുറോപ്പത്തിയിൽ പറയുന്നത് ശരീരത്തിൽ റെസ്റ്റോടെ ഒരു കോൺഷ്യസ് എഫേർട്ടോടെ റെസ്റ്റ് എടുക്കുന്നതിനാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആസ് യു ബ്രോഡ് ദി സബ്ജക്ട് ഓഫ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വളരെ സിമ്പിളാണ്. രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ചെന്ന് വെച്ചുള്ളൂ, രാവിലെ സ്വാഭാവികമായും നമുക്കൊരു ഷട്ട്ലിംഗ് പീരീഡ് കിട്ടുന്നു, ഒരു ബഫർ പീരീഡ് കിട്ടുന്നു, എന്നിട്ട് ഭക്ഷണം കഴിക്കണം. ഐഡിയലി ഇപ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ സൂര്യാസ്തമിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു സമയം നോക്കുകയാണെങ്കിൽ ഒരു മാക്സിമം അങ്ങ് തള്ളിപ്പോയി 6 o'clock എന്ന് തന്നെ വെച്ചോ. 6 o'clock ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം 6 o'clock ആകുമ്പോൾ 12 മണിക്കൂറായി. എന്തായാലും 6 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കില്ല. നമ്മൾ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മാക്സിമം തള്ളിപ്പോയ 2 മണിക്കൂറും 3 മണിക്കൂറും കിട്ടി. ഇപ്പോൾ 12+3 എന്ന് പറയുമ്പോൾ അവിടെ തന്നെ 15 hours ആയി. 9 മണിന്ന് കൺസിഡർ ചെയ്താൽ 8 o'clock കൺസിഡർ ചെയ്താൽ 14 hours ഓഫ് ഫാസ്റ്റിംഗ് ആയി. ഇനി ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരീരത്തിന് ഒരു റെസ്റ്റിംഗ് ഫേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രാത്രി നേരത്തെ കഴിക്കാൻ പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ആ ബോഡിക്ക് ഒരു റെസ്റ്റിംഗ് ഫേസ് കിട്ടിക്കഴിഞ്ഞാൽ ബോഡിക്ക് അതിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ പ്രോസസ്സിനെ കുറച്ചും കൂടെ എഫക്റ്റീവ്ലി ബാലൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഹോർമോണൽ ഫ്ലെക്സ് ഒന്നും ഇല്ലാതെ ബോഡി കുറേ കൂടെ പീസ്ഫുള്ളി റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനും സാധിക്കും. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി നെക്സ്റ്റ് ഡേ ബെറ്റർ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൻ്റെ ട്രെൻഡ് ആണെങ്കിൽ അത് വളരെ സിമ്പിൾ ലോജിക്കാണ്. അതായത് രാത്രിയുടെ ഭക്ഷണം നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം സ്വാഭാവികമായി നമുക്ക് വിശക്കുന്ന സമയത്ത് ഏകദേശം കഴിക്കാൻ പറ്റും. ഇനി ഈ ഫാസ്റ്റിംഗ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എല്ലാവർക്കും ഉള്ളതല്ല. ഫോർ എക്സാമ്പിൾ സമ്മൺ ഈസ് പ്രഗ്നൻറ്റ്, അല്ലെങ്കിൽ ക്രോണിക് ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള കിഡ്നി എയിൽമെൻറ്റ്സ് ഒക്കെ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബ്ലൈൻഡ്ലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ ക്ലിനിക്കൽ ബാക്ക്ഡ്രോപ്പും കൂടെ നോക്കിയിട്ട് അവരെ കണ്ടീഷൻ്റെ പ്രോഗ്രസ് നോക്കിയിട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഫോർ സമ്മൺ ഹു ഈസ് യങ്, ഡൈനാമിക്, എനർജറ്റിക്, ഫാസ്റ്റിംഗ് ഈസ് ഗുഡ് ബിക്കോസ് ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ഹെൽത്ത്. ഐ എം ഓൾസോ സെയിങ് ഡിസീസ് കണ്ടീഷനിൽ അത് യൂസ് ചെയ്യാം, പക്ഷേ അതിനൊരു ഡിസ്ക്രിഷൻ ഒരു ഫിസിഷ്യൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരു ട്രെൻഡ് അല്ല, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരു ലോജിക്കാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് നമ്മൾ ഒരു ഫാസ്റ്റിംഗ് എടുത്തതിന് ശേഷം എന്ത് തരത്തിലുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ ആദ്യം കഴിക്കേണ്ടത്? കാരണം പെട്ടെന്ന് ഇത്രയും നേരം ചിലരുണ്ട് ഫുഡൊന്നും കഴിക്കാതിരുന്നിട്ട് എങ്ങനെ ചോറുണ്ണാം, അത്രയും കാർബും കാലോറിയും ഒക്കെ കയറുന്നുണ്ടായിരിക്കും. എന്തായിരിക്കണം നമ്മൾ അത്രയും ബോഡി പ്യൂരിഫൈ ആയിട്ട് ഇരുന്നിട്ട് എന്ത് ഫുഡായിരിക്കണം നമ്മൾ ആദ്യം തന്നെ കഴിക്കേണ്ടത്? ഈ ക്വസ്റ്റ്യന് 2 ഉത്തരവുണ്ട്. ആദ്യമേ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കുന്ന ചോദ്യം എന്ത് കഴിക്കാന്നുള്ളൊരു കാര്യം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറുതായിട്ട് ഞാൻ പറഞ്ഞോളൂ, ഫാസ്റ്റിങ്ങിൻ്റെ ബേസിക് അർത്ഥം എന്ന് വെച്ചാൽ റെസ്റ്റ് കൊടുക്കുക എന്നാണ് ബോഡിക്ക്. ഉദാഹരണത്തിന് ഞാൻ ഭക്ഷണം കഴിക്കാതെ അലഞ്ഞടക്കുകയാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത് നടക്കുക, അതിന് ഫാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ബോഡിക്ക് അവിടെ റെസ്റ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ ഡൈജഷൻ പ്രോസസ്സിനെ മാത്രമേ കോൺഷ്യസ്ലി ആണോ അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുകയാണ്, എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയണോ റെസ്റ്റോറൻറ്റിൽ കൂടുക കഴിക്കാൻ, സോ ഐ എം സീയിങ് ഐ എം നോട്ട് ഈറ്റിംഗ്. പക്ഷെ ഞാൻ അയാൾ ഭക്ഷണം കഴിക്കുന്നത് കാണുകയാണ്, അത് ഫാസ്റ്റിംഗ് ആവോ? ഇല്ല. അതൊരു എന്താണ്, ഞാൻ എന്നെ ഫോഴ്സ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് ഐഡിയലി പറയുന്ന ഒരു ഇൻവോളണ്ടറി ആക്ഷൻ, വേർ യു ഹാവ് എ ചോയ്സ് ടു റെസ്ട്രിക്ട് യുവർ സെൽഫ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അങ്ങനത്തെ റെസ്ട്രിക്ഷൻ വരും. പല ടൈപ്സ് ഓഫ് ഫാസ്റ്റിംഗ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഫാസ്റ്റിംഗ് ആണ് ജ്യൂസും ഈ പിന്നെ എന്തെങ്കിലും സൂപ്പോ, അതിന് ഫാസ്റ്റിംഗ് എന്നല്ല പറയുന്നത്, ആ ജ്യൂസ് ഡയറ്റായി. അവിടെയും ഡൈജഷനിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഐഡിയലി ഒരു ഫാസ്റ്റ് ചെയ്യുന്നത് ദാറ്റ് വുഡ് ഡിപ്പെൻഡ് വാട്ട് കൈൻഡ് ഓഫ് ഫാസ്റ്റ് ഇറ്റ് ഈസ്, ഹൂ ഹാസ് ഡൺ ദാറ്റ് ഫാസ്റ്റ്. ഇപ്പം സാധാരണ ഇപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഫാസ്റ്റ് ചെയ്യുകയാണെന്ന് വയ്ക്കുക, ആ ഫാസ്റ്റിംഗ് റെസ്റ്റും കൊടുത്ത് വരികയാണെങ്കിൽ
നമ്മൾ പറയുന്നത് ഡൈജഷൻ ഈസി ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് അത് ബ്രേക്ക് ചെയ്യുക. അതെന്ത് വേണോ ആവാം, ഒരു ഫ്രൂട്ട് ആവാം, ഒരു ജ്യൂസ് ആവാം. ജ്യൂസ് എന്ന് പറയുമ്പോൾ പൊതുവേ ഹൈ ഫ്രക്ടോസ് ജ്യൂസ് റെക്കമെൻഡ് ചെയ്യാറില്ല. ഫ്രൂട്ട് ആവാം, അല്ലെങ്കിൽ സ്റ്റീംഡ് വെജിറ്റബിൾസ് ആവാം, ആ രീതിയിൽ ബ്രേക്ക് ചെയ്യും. പക്ഷേ അതിൻ്റെ ഒരു തെറപ്യൂട്ടിക് ഫാസ്റ്റ് ആണെന്നൊക്കെ ഒരു ഡിസീസ് കണ്ടീഷനിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബ്രേക്കിംഗ് രീതി ഇച്ചിരി മാറും. ഇതേപോലെ ആവണമെന്നില്ല. അപ്പം ഫാസ്റ്റിങ്ങിന് മൾട്ടി ആംഗിളുണ്ട്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഹാർഡ് ആൻഡ് ഓപ്പൺ റൂൾ അല്ല, ദാറ്റ് എനിവൻ കൺ ഡു എന്നുള്ള രീതിയിലല്ല ഫാസ്റ്റിങ്ങിനെ പൊതുവെ കാണേണ്ടത്. നമ്മളിനി യോഗയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് കൂടുതലും എല്ലാവരും ആൻസൈറ്റി, ഡിപ്രഷൻ, ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ള എല്ലാവരും ആദ്യം ചൂസ് ചെയ്യണമെന്നാണ് യോഗ. അപ്പം യോഗ എന്ന് പറഞ്ഞാലും അതിലും ഒരു പേഷ്യൻസ് വേണം. നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്ത് യോഗയിലൂടെ കിട്ടാൻ പാടാണ്. അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു ആൻസൈറ്റിയിലൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് വരുന്നത്. എന്നാലും എന്തുകൊണ്ട് അതെല്ലാവരും ചൂസ് ചെയ്യുന്നു? എത്ര ലാഗ് ആണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാവരും യോഗ ഫസ്റ്റ് ചൂസ് ചെയ്യുന്നതിന്റെ കാര്യം എന്തായിരിക്കും? ഇത് ഒരു ഡൈലമ ഉണ്ടാക്കുന്ന ചോദ്യം. ഇന്നത്തെ കാലത്ത് ആൻസൈറ്റി വളരെ കോമൺ ആണെന്നും കൂടെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ കോമൺ ആയി വരുന്നത്. ഇത് കോമൺ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും നോർമലായിട്ട് കരുതുന്നത്. മെനി പീപ്പിൾ കൺസിഡർ. ഞാനിപ്പം എൻ്റെ അവിടെ ക്ലിനിക്കിൽ ഫോൺ ചെയ്തിട്ട് അവർ യോഗ ജോയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം, വൈ ഡു യു വോണ്ട് ടു ജോയിൻ യോഗ? അപ്പോൾ പലരും പറയാറുള്ള സ്ട്രെസ് ഉണ്ട്. ആൻഡ് പലപ്പോഴും അറിഞ്ഞോ അറിയാതെ അവർ ഒരു വാക്ക് ആൻസൈറ്റി യൂസ് ചെയ്യും. ചിലവർക്കും ഉണ്ടായിരിക്കും, ചിലവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നത് എന്ത് ടൈപ്പ് സ്ട്രെസ്സാണ്? എല്ലാവർക്കും ഉള്ള പോലത്തെ സ്ട്രെസ്സാണെന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് മീൻ ദാറ്റ് stress has become very common to people. Now what yoga primarily does is, for example, നമ്മളൊരു പോസ്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. ഈ ഒരു മെൻ്റൽ അഫ്ലിക്ഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ്സോ ആൻസൈറ്റി പോലത്തെ കണ്ടീഷൻ ഉണ്ടാകും. ഐ പേഴ്സണലി ഡു നോട്ട് ലൈക്ക് ബൈയിങ് ദാറ്റ് വേർഡ് ആൻസൈറ്റി ഓൾ ദി ടൈം. കാരണം മിക്ക ആൾക്കാർക്ക് അത് ഉണ്ടാവണമെന്നില്ല. പക്ഷേ അതൊരു വേറെ ഒരു കണ്ടീഷനാണ്, ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ആൻസൈറ്റി. പക്ഷെ അങ്ങനെ സ്ട്രെസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ബോഡി ഒരു നാച്ചുറലി ഒരു ഫിസിക്കൽ സ്റ്റേറ്റിലും കൂടെ പോകും. അതായത് ഒരു കാമായിരിക്കുന്ന ബോഡി, ഇപ്പോൾ നമ്മൾ സംസാരിച്ചിരിക്കുന്ന നമ്മുടെ ബോഡി സന്തോഷമായിരിക്കും. അതേസമയം സ്ട്രെസ് ആണെങ്കിൽ നാച്ചുറലി എന്തായിരിക്കും, ബോഡി ഒരു അലേർട്ട് സ്റ്റേറ്റിലേക്ക് പോകും. അതിന് നമ്മൾ പറയുന്നത് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. ബോഡിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, വഴക്കിടണോ അതോ ഓടണോ എന്നറിയാത്ത ഒരു സ്റ്റേറ്റിലേക്ക് ബോഡിയിൽ നാച്ചുറലി കുറേ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. ആ ഫിസിയോളജിക്കൽ ചേഞ്ചസ് നമ്മളെ ഭക്ഷണത്തിനെ ബാധിക്കാം, നമ്മളെ എനർജി ലെവൽസിനെ ബാധിക്കാം, നമ്മളെ ഉറക്കത്തിനെ ബാധിക്കാം. അപ്പോൾ ഈ യോഗ ചെയ്യുന്നതെന്ന് വെച്ചാൽ യോഗ ബേസിക്കലി ചെയ്യുമ്പോഴത്തേക്ക് ബോഡിയിൽ ഒരു വേഗസ് സ്റ്റിമുലേഷനും അതേപോലെ പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലേഷനും ഉണ്ടാവും. പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ഉണ്ടാകും, ബോഡി കുറേ കൂടെ ഒരു റിലാക്സേഷൻ മോഡിലേക്ക് പോവുകയും ഒരു നെർവസ് റെഗുലേഷൻ മോഡിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ പോകുമ്പോഴത്തേക്ക് നാച്ചുറലി അത് ഈ പറയുന്ന മെൻറ്റൽ ട്രോമയോ അല്ലെങ്കിൽ മെൻറ്റൽ സ്ട്രെയിനിനെ കൗണ്ടർ ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ദേഷ്യം വന്നിരിക്കുമ്പോൾ അയാൾക്ക് ഇമോഷണലി വളരെ വൾണറബിൾ ആയിട്ട് ദേഷ്യം വന്നിരിക്കുമ്പോൾ അയാളുടെ ബ്രീതിങ് ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ അതേസമയം ബ്രീതിങ് ഫാസ്റ്റും ആയിരിക്കും, ഷാലോ ആയിരിക്കും. പക്ഷേ അതേ സമയത്ത് ഒരാൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ ബ്രീതിങ് ചിലപ്പോൾ സ്ലോ ആൻഡ് ഡീപ്പ് ആയിരിക്കും. ദാറ്റ് ക്ലിയർലി റിഫ്ലെക്ട്സ് ദാറ്റ് ഇമോഷൻസിന് ഫിസിക്കൽ റിഫ്ലക്ഷൻ ബ്രീതിങ്ങിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ യോഗയിൽ ബ്രീതിങ് ടെക്നീക്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓൾട്ടേർഡ് ബ്രീതിങ് ടെക്നിക്, യോഗയിൽ കുറേ ബ്രീതിങ് ടെക്നീക്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ എഗെയിൻ ഇറ്റ്സ് നോട്ട് ഓപ്പൺ ഫോർ എവ്രി വൺ. അതൊരു ഫിസിഷ്യൻ്റെ അണ്ടർ അത് ഗൈഡഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ഓപ്പൺ അപ്പ് ദി ബോഡി അറ്റ് ദി സെയിം ടൈം ഫ്രീയിങ് ദി മൈൻഡ്. കാരണം ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ശരീരം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ശരീരത്തിന് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം കൊടുക്കാറ്. And yoga helps the body to express and you stay well connected to yourself. That is why many people come to yoga without knowing what it is doing to them. ഈ ഒരു അസുഖമുള്ള ഒരാൾക്ക് അലോപ്പതിയും നാച്ചുറോപ്പതിയും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഏതെങ്കിലും ഒരെണ്ണേ ചൂസ് ചെയ്യാൻ പറ്റത്തോളോ? ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റും? അതോ രണ്ടും കൂടി? കോമ്പറ്റീഷൻ അല്ലല്ലോ, ഏത് സിസ്റ്റമാണ് മറ്റേ സിസ്റ്റത്തിനേക്കാളും മെച്ചപ്പെട്ടതെന്നുള്ള കോമ്പറ്റീഷൻ അല്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അലോപ്പതി അത് കൺവെൻഷണൽ സിസ്റ്റം ആസ് സ്ട്രോങ് ഡയഗ്നോസ്റ്റിക് ടൂൾസ്, എമർജൻസി കെയർ വളരെ നല്ലതാണ്. ഇത് അക്യൂട്ട് ആയിട്ടുള്ള കണ്ടീഷൻസിന് അത് മാനേജ് ചെയ്യാൻ, അക്യൂട്ടായിട്ടുള്ള പെയിൻ കണ്ടീഷനിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്ന് എടുത്താലേ പറ്റില്ല, അതൊക്കെ മാനേജ് ചെയ്യാൻ ഇറ്റ്സ് ഫാർ സ്റ്റേയിങ് മുന്നോട്ടാണ്. അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് മാനേജ്മെൻറ്റ് നോക്കിയാണ് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് നോക്കിയാണ്, റിക്കവറി നോക്കുകയാണെങ്കിൽ നാച്ചുറോപ്പതിക്ക് അതിൻ്റെ ആയ ഒരു സ്ട്രോങ് സ്പോട്ടും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് കുഴപ്പമുണ്ടാവണമെന്നില്ല. ഐ വുഡ് വെൽക്കം ദിസ് കോമ്പിനേഷൻ ബിക്കോസ് നമ്മളിവിടെ മോട്ടോ ഒരു പേഷ്യൻ്റെ വെൽബീങ് ആണെങ്കിൽ അയാൾക്ക് പറ്റുന്ന എല്ലാ പോസിബിൾ രീതിയിലുള്ള തെറപ്പി കൊടുക്കുക എന്നുള്ളൊരു കാര്യമുള്ളൂ. അൺടിൽ അൺലെസ് ഇറ്റ് കോൺട്രഡിക്ട്സ്. നാച്ചുറോപ്പത്തിയിൽ മരുന്നുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കോൺട്രഡിക്ഷൻ വളരെ
കുറവ്. ആൻഡ് വി ആർ ഓൺലി ടോക്കിംഗ് ഓഫ് ബോഡി എങ്ങനെ ഹെൽത്തി ആക്കാൻ പറ്റും, ബോഡി എങ്ങനെ ഇന്റേണൽ എൻവയൺമെന്റ് മെച്ചപ്പെടുത്താൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായി. അഗൈൻ ഐ എം സേയിങ് in future we shouldn't look for competition between system. We should see which system or in combination of system the patient is getting benefit. ഇന്നത്തെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ കാലഘട്ടത്തിൽ എങ്ങനെ ഒരു എന്താ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? എങ്ങനെ ഒരു ആരോഗ്യപരമായി ഒരാൾ ജീവിക്കണം, അയാളുടെ ഫുഡ്, അയാളുടെ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് എങ്ങനെ ആയിരിക്കണം എന്നാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്? അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ സജഷൻ എന്നുള്ള രീതിയിലില്ല. പക്ഷേ നമ്മൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാവുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ബോഡിയുടെ സിഗ്നൽസിനെ അവോയ്ഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സിഗ്നൽസ് ബോഡി സിഗ്നൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ക്ഷമയോടെ ഇരുന്ന് മനസ്സിലാക്കാമെന്ന്. ഉദാഹരണത്തിന് നമ്മൾക്കിപ്പോൾ തലവേദന, അസിഡിറ്റി, കോൺസ്റ്റിപ്പേഷൻ, ക്ഷീണം, ഇതെല്ലാം വളരെ നോർമലാണ്. അത് ഇത് വരുമ്പോൾ ക്ഷീണം വരുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് കഫീൻ കുടിക്കുക അല്ലെങ്കിൽ കുറച്ച് ചായ കുടിക്കുമ്പോൾ വി ഫീൽ അലേർട്ട്. അതേപോലെ ഉറക്കം കിട്ടുന്നില്ല, സ്ട്രെസ്ഡ് വരികയാണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ സ്ക്രോൾ ചെയ്യുമ്പോൾ വി ഫീൽ ബെറ്റർ. പക്ഷേ നമ്മൾ അവിടെയും കൊടുക്കുന്ന ബോഡി റീസ്റ്റോർ ചെയ്യാനുള്ള അവസരമല്ല, അവിടെ ബോഡിക്ക് എഗെയിൻ സ്റ്റിമുലേറ്റ് ചെയ്ത് വിടുക. അപ്പം ഇങ്ങനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം സ്റ്റിമുലേഷൻ വന്നുകൊണ്ടിരിക്കും, ബോഡിയിൽ എല്ലാം തെറ്റും. ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും, ബോഡിക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, മെറ്റബോളിക് ചേഞ്ചസ് വരും. എന്നിട്ട് ഇത് കുറേ വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു അസുഖമായി മാറുകയും അസുഖത്തിൻ്റെ ഫോമിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മൾ ആലോചിക്കും, ഞാൻ മേ ബി അതിൻ്റെ അടുത്ത കാലത്തായിരിക്കും നമ്മൾ ഹെൽത്ത് നോക്കി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കും, വൈ ദിസ് ഹാപ്പൻ? ദിസ് ഇസ് നോട്ട് ഹാപ്പൻ ഇൻ എ ഡേ ഓർ ടു, ഇറ്റ് ഇസ് ഹാപ്പൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം when you actually started avoiding or listening to what your body is signaling. അപ്പോൾ ആ ലിസ്ണിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇഫ് യു ആർ ഏബിൾ ടു ലിസൺ ഇറ്റ്, ഡീകോഡ് ഇറ്റ്, യുവർ ബോഡി വിൽ നെവർ എന്താ പറയുന്നത് ലീവ് യു ആൻഡ് ഗോ എനിവേ. ബോഡിക്ക് അതാ ഞാൻ പറഞ്ഞത്, കമ്മിങ് ബാക്ക് ടു ദി സബ്ജക്ട്, ബോഡി വിൽ ഹെൽപ്പ് യു ഹീൽ when you try giving an ear and listening to it. ഡോക്ടർ, ഈ യോഗയിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ബ്രീത്തിങ് എക്സസൈസ് ആണ്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്? ഒരു തെറാപ്പി പോലെ ഡോക്ടർ ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് ഇറ്റ്സ് എ ബിഗിനർ, ബ്രെത്ത് ഹോൾഡ് ചെയ്യണമെന്നില്ല. അതിൽ ഫിസിയോളജിക്കലി കുറേ കാര്യങ്ങളുണ്ട്. ആദ്യമായി സാധാരണ ഇപ്പം ഫോർ എക്സാമ്പിൾ നിത്യ ബ്രീത് ചെയ്യണമെന്ന് വെച്ചോ, അപ്പം പ്ലീസ് ടെൽ മീ വെർ ഇസ് ദി അബ്ഡമൻ മൂവിങ് വെൻ യു ഇൻഹേലിംഗ് ആൻഡ് എക്സേലിംഗ് ഒന്ന് പറയാമോ? എങ്ങോട്ട് പോകുന്നു? ഇവിടെ വരെ വരുന്നുണ്ട്. വയറോ? ഇവിടെ. What is happening to abdomen? Is it moving outside or inside? ഇല്ല, ഇൻസൈഡിലേക്ക് പോവാണ്. ശ്വാസം എടുത്തപ്പോൾ ഇൻസൈഡ്. ഓക്കെ, ശ്വാസം വിട്ടപ്പോൾ വയറ് പുറത്ത്. If you would have noticed, your breathing was you were trying to take all the air from this room. അങ്ങ് ആഞ്ഞു വലിക്കുകയായിരുന്നു. അതെ. അതെന്നെ ഒരു സ്ട്രെസ്ഫുൾ റെസ്പോൺസ് അല്ലേ? ആഞ്ഞ് എന്ത് വലിച്ചാലും അതൊരു സ്ട്രെസ്ഫുൾ റെസ്പോൺസ്. Now what yoga teaches is physiologically what you are doing is little to be corrected. ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തോട്ട് വരണം കേട്ടോ. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ശ്വാസം എടുക്കുമ്പോൾ നെഞ്ച് എല്ലാ ഡയമെൻഷനിലേക്ക് എക്സ്പാൻഡ് ആകുമ്പോഴത്തേക്ക് ഡയഫ്രമിലേക്ക് ജെൻറ്റൽ പ്രഷർ ഇടുകയും ഡയഫ്രം താഴോട്ട് വീഴും. ഡയഫ്രം താഴോട്ട് വീണമെങ്കിൽ വയർ അതിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കണം. അപ്പം ഫസ്റ്റ് കറക്ഷൻ തന്നെ അവിടെയായി വയറ് പുറത്തോട്ട് വരുന്നത്. അതേപോലെ എക്സെയിൽ ചെയ്യുമ്പോഴും വയറ് ഉള്ളിലേക്ക് പോകാം. സോ ബ്രീതിങ് ഈസ് എ വെരി പറഞ്ഞത് ഇൻവോളണ്ടറി ആയിട്ട് ഫങ്ഷൻ ആയാലും ഇതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് ബ്രീത് ചെയ്യുന്നുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ ഡീപ് ബ്രീതിങ് ടെക്നീക്ക്, ഈ പോയിന്റിനെയാണ് ആദ്യം കറക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് ദി ഫിസിയോളജിക്കൽ മൂവ്മെൻറ്റിനെ കറക്റ്റ് ചെയ്യണം. അതിൽ ഈ സ്ട്രെയിൻ എടുക്കുന്നുള്ളൂ, ഈ കഴുത്തിൻ്റെ മസിൽസിലൊക്കെ സ്ട്രെയിൻ ചെയ്ത് ബ്രീത് എടുത്തുള്ളൂ, അതിനെ പ്രൈമറിലി അവോയ്ഡ് ചെയ്യുക എന്നാൽ കുറേ കൂടെ ഒരു പീസ്ഫുൾ മോഡിൽ പോയി ബ്രീത് ചെയ്യാൻ നോക്കാം. തിരക്കിട്ട് ബ്രീത് ചെയ്താൽ തന്നെ നമുക്ക് പലപ്പോഴും ബ്രീത് കിട്ടണം. ദാറ്റ് ഈസ് ഫസ്റ്റ് കറക്ഷൻ. ആ ഫസ്റ്റ് കറക്ഷൻ വന്നതിന് ശേഷമാണ് ആ പാറ്റേൺ ഓഫ് ബ്രീതിങ് നമ്മൾ നോക്കും. പാറ്റേൺ ഓഫ് ബ്രീതിങ് നോക്കുക എന്ന് പറഞ്ഞാൽ പ്രൈമറിലി ഒരു ഇൻഹലേഷനും എക്സലേഷൻ്റെ റേഷ്യോ. ഫോർ സമ്മൺ ഹു ഇസ് ന്യൂ, അയാൾക്ക് ഒത്തിരി ഇൻഹെയിലും എക്സെയിൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അയാളുടെ കംഫർട്ടിന് അക്കോർഡിംഗ്ലി അതിനൊന്ന് ബെറ്റർ പോയിന്റിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് അയാൾക്ക് വേറെ ബ്രീതിങ് ടെക്നീക്സ് പറഞ്ഞത്. അതിൽ നമ്മൾ സ്റ്റാർട്ട് വിത്ത് നമ്മൾ സെക്ഷൽ ബ്രീതിങ് ടെക്നീക്സ് ചെയ്യിപ്പിക്കും. ദാറ്റ് ഈസ് ക്ലാവിക്കുലർ ബ്രീതിങ്, തൊറാസിക് ബ്രീതിങ്, അബ്ഡോമിനൽ ബ്രീതിങ് ഉള്ള ടെക്നിക്. അത് കഴിഞ്ഞിട്ടാണ് പ്രാണായാമ പഠിപ്പിക്കുന്നത്. കാരണം പ്രാണായാമയിൽ പലപ്പോഴും ഒരു മാനിപ്പുലേഷൻ ചെയ്യുന്നുണ്ട്, ബ്രെത്തിനെ ഒരു ഓൾട്ടർ ചെയ്യുന്നത്. ഇപ്പം ബ്രീത് ചെയ്തപ്പോൾ ചിലപ്പോൾ രണ്ട് മൂക്കിൽ കൂടെ ആയിരിക്കും എടുത്തത്. മറ്റേന്ന് വെച്ചാൽ നമ്മൾ പ്രാണായാമയിൽ ഒരു മാനിപ്പുലേഷൻ ചെയ്യും ടു ക്രിയേറ്റ് എ ഡിസൈർഡ് എഫക്ട്. ആ ഓൾട്ടറേഷൻ, മാനിപ്പുലേഷനേക്കാൾ നല്ല വാക്കാണ് ഓൾട്ടറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ബോഡി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ദറ്റ്. ആ പ്രിപ്പറേഷൻ ഇല്ലാതെ ഇപ്പം ആദ്യം എടുത്ത പോലത്തെ ബ്രീതിങ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് പ്രാണായാമ ചെയ്യാൻ പറ്റില്ല. സോ ദി പ്രോസസ് ഇസ് വെരി സ്ലോ ആൻഡ് ഓർഗാനിക്. ആൻഡ് മെനി ടൈംസ് പീപ്പിൾ ആസ്ക് മീ, ആം ഐ റെഡി ടു ഡു പ്രാണായാമ? പക്ഷെ അത് അങ്ങനെയല്ല. വെൻ ദേ ആർ ആക്ച്വലി റെഡി ടു ഡു പ്രാണായാമ, ദ ഫ്ലോ നാച്ചുറലി കംസ് ഇൻ. അപ്പോൾ ഇന്നൊരു സെറ്റ് ഇല്ല, ദാറ്റ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാം എന്നുള്ളൊരു രീതിയില്ല.
പൊതുവെ പക്ഷേ ക്ലാസ്സസിലൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. വെൻ യു സി ഒരു ക്ലാസ്സിൽ ഒരു ഓഫറിങ് കൊടുക്കുമ്പോൾ പീപ്പിൾ ആസ്ക്, ഞാൻ ഇത്രയും ഫീസ് തരുന്നുണ്ട്, എന്നെ എന്തൊക്കെ പഠിപ്പിക്കും? അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായിട്ട് ഇട്ടുപോകുന്ന കുറേ ലിസ്റ്റും കാറ്റഗറിയാണ്. പക്ഷേ ഇൻ എ ക്ലാസിക്കൽ ഫോം ദ ബോഡിക്ക് ആ പ്രോസസ്സ് ഓർഗാനിക്കലി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡീപ് ബ്രീതിങ്ങും പ്രാണായാമം ചെയ്യാൻ സാധിക്കും. ഇന്ന് ഉറക്കമില്ലായ്മയാണ് എല്ലാവരുടെയും പ്രശ്നം. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം, ഇതൊരു മനുഷ്യന്റെ ബയോളജിക്കൽ ക്ലോക്കിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? രണ്ടാമതൊന്നും കൂടെ ചോദ്യം റീഫ്രെയിം ചെയ്യുന്നതായിരിക്കും. ഉറക്കമില്ലായ്മ ഫോൺ എക്സസ് യൂസ് കാരണം ഉറക്കമില്ലായ്മ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം രണ്ടും കോമൺ അല്ല കേട്ടോ. രണ്ടും കോമൺ ആണ്, രണ്ടും നോർമൽ അല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഫോൺ യൂസേജ് പകൽ യൂസ് ചെയ്യുന്നതും രാത്രി യൂസ് ചെയ്യുന്നതും രണ്ടും വേറെ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. വെൻ ഇറ്റ്സ് കമ്മിങ് ടു സ്ലീപ്പ് വി യൂഷ്വലി സേ ദാറ്റ് രാത്രി ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മുന്നെങ്കിൽ വി ഷുഡ് കട്ട് ഓഫ് ഫ്രം യുവർ ഡിജിറ്റൽ കണക്ഷൻ. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളെ വിചാരം എന്ന് വെച്ചാൽ അത് നമ്മൾ റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണമെന്നാണ്. പക്ഷേ നാച്ചുറലി അതൊരു മെലറ്റോണിൻ പോലത്തെ ഒരു ഹോർമോണിൻ്റെ റിലാക്സേഷൻ സൈക്കിളിനെ കട്ട് ഓഫ് ചെയ്യും. അപ്പം നമ്മളെപ്പോഴും ഒരു അലേർട്ട് മോഡിലിരിക്കും. ഇപ്പം പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, രാത്രി ഉറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവാം, ഫ്രഷ്നെസ് ഫീൽ ചെയ്യാത്ത, അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി ഉണ്ടാവാം. ഇതൊക്കെ നമ്മൾ കോമൺ ആക്കി. അതായത് വി ഫീൽ ദാറ്റ് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, നിനക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമലായി. പക്ഷേ ഇതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ആ സ്ലീപ്പ് സൈക്കിൾ ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പ് സൈക്കിൾ ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ തന്നെ പിന്നെ കുറേ കാര്യങ്ങൾ തിരിച്ചു ബോഡി റിക്കവറി ഫേസ് ഫുൾ ഷട്ട് ഡൗൺ. അപ്പോൾ ഇവിടെ നമ്മൾ ഓവർ സ്റ്റിമുലേഷൻ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നുണ്ട്, പക്ഷെ ബോഡി അവിടെ റിക്കവർ ആവുന്നില്ല. അപ്പോൾ റിക്കവറിയും ഉറങ്ങുക എന്ന് പറഞ്ഞ രണ്ട് വേറെ കാര്യങ്ങളാണ്. ഉറക്കത്തിൻ്റെ ബേസിക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കവറി ഉണ്ടാവുക എന്നാണ്. അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സാണ്. പ്രൈമറിലി രാത്രിത്തെ കിടക്കുന്നതിന് മുന്നേ ഉള്ള ഇമീഡിയറ്റ് ഫോൺ യൂസേജ് അവോയ്ഡ് ചെയ്യുക. ഒരു 1-1.5 hours മുന്നേ കട്ട് ഓഫ് ചെയ്യാൻ തന്നെ നോക്കുക. ഇനി അതിൽ നിന്ന് മാറിയിട്ട് ഉടനെ ടി വിയുടെ മുന്നേ പോയിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എനി ഡിജിറ്റൽ സ്റ്റിമുലേഷൻ അവോയ്ഡ് ചെയ്യണം. അതേസമയത്ത് യു ഷുഡ് പ്രിപ്പയർ യുവർ സെൽഫ് ടു സ്ലീപ്പ്. പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ അലാം തരും, അച്ഛനും അമ്മയും പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറയും. നമ്മൾ പയ്യെ ഡ്രാഗ് ചെയ്ത് ഒരു സമയമാകുമ്പോൾ പോയി കിടക്കും. സോ ഇറ്റ് വേസ് സം വേ വി ആർ പ്രിപ്പയറിങ് ആസ് ദാറ്റ് ആ ബോഡി ഈസ് ഗോയിങ് ടു റെസ്റ്റ് ആൻഡ് റിലാക്സ്. പക്ഷേ ഒരു ഡിജിറ്റൽ സ്റ്റിമുലേഷൻ ഉടനെ നമുക്കത് ട്രാൻസിറ്റിലേക്ക് പോകാൻ പറ്റില്ല. സോ സംതിങ് ദാറ്റ് യു ലൈക്ക്, മേ ബി ഒരു കൺവെർസേഷൻ വിത്ത് സമ്മൺ, ഒരു വളരെ ലൈറ്റും സൂദിങ് ആയിട്ടുള്ള കാര്യമൊക്കെ അതിൻ്റെ മുന്നേ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് നല്ല ഉറക്കം വേണമെങ്കിൽ ദഹനം നേരെ കഴിഞ്ഞിരിക്കണം. അപ്പം ഭക്ഷണം നേരത്തെ കഴിക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ഓൾസോ ആഡ് ഓൺ. ആൻഡ് പിന്നെ സിമ്പിൾ ബ്രീതിങ് ടെക്നീക്സ് ഓർ റിലാക്സേഷൻ ടെക്നീക്സ്. പണ്ട് ഉറക്കം വരാതെ ആട് ചാടുന്ന എണ്ണത് നമ്മൾ പറയായിരുന്നു. നമ്മൾ കാർട്ടൂൺസിലൊക്കെ കാണും, ഈ ഷീപ്പ് ചാടുന്ന എണ്ണിക്കൊണ്ടിരിക്കാൻ പറയും. അപ്പൊ ഷീപ്പ് ചാടുന്ന എണ്ണുമ്പോഴത്തെ അല്ലെങ്കിൽ സ്റ്റാർസ് എണ്ണാൻ പറയും. എന്ന് നമ്മൾ മുകളിൽ നോക്കി ഉറക്കം വരാം. ദാറ്റ് ഈസ് ബൈ ഡിസ്ട്രാക്ടിങ്. അത് വളരെ പോസിറ്റീവ് കൈൻഡ് ഓഫ് ഡിസ്ട്രാക്ഷൻ ആട്ടോ. അതിലൊരു സ്റ്റിമുലേഷൻ ഒന്നും ഇല്ല. സ്വാഭാവികമായി അത് എണ്ണിക്കൊണ്ട് ബോറായിട്ടുള്ള പരിപാടി ആകുമ്പോൾ നമ്മൾ ഉറങ്ങി പോകും. അങ്ങനെ ഇപ്പൊ പക്ഷെ പറയുന്നത് എന്താ, 1 തൊട്ട് 100 വരെ എണ്ണുമ്പോൾ ഉറങ്ങും അങ്ങനെയൊക്കെ പറയാറില്ല. പക്ഷെ ഇന്നത്തെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ 1 തൊട്ട് 100 വരെ എണ്ണത് 100 വരെ ഒന്നും എത്തൂല. അതിന്റെ മുന്നേ മൈൻഡ് എങ്ങോട്ടെങ്കിലും വേണ്ടറിയും. അപ്പം പക്ഷെ മറ്റേതെന്ന് വെച്ചാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽ ട്രിഗർ ഉണ്ടല്ലോ, അത് എണ്ണി അതങ്ങനെ ഉറങ്ങിപ്പോകും. ഐ എം ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് ഡൂയിങ് സംതിങ് ദാറ്റ് ഈസ് ഈസി. അത് ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കം വരേണ്ടതാണ്. ഇനി വരുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ തെറപ്യൂട്ടിക്കലി വേറെ ആംഗിളിൽ നിന്ന് അപ്രോച്ച് ചെയ്യേണ്ടതും കൂടിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർ, ഇന്ന് ഈ പെൺകുട്ടികൾക്ക് ഒരുപാട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് PCOD. പണ്ട് ഇത് കേൾക്കാനേ ഉണ്ടായിരുന്നില്ല. പീരിയഡ്സ് എല്ലാവർക്കും റെഗുലർ ആയിട്ടാകും, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കൂടുതൽ എല്ലാവർക്കും ഇറഗുലർ പീരിയഡ്സ് ആണ്, അതുപോലെ PCOD ആണ്. എന്തുകൊണ്ടാണ് ഇപ്പം കൂടുതലും ഈ പെൺകുട്ടികളിൽ ഇത് കാണാൻ സാധ്യത? PCOD എന്ന് പറയുമ്പം കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് പൊതുവെ ലാർജ് സ്പെക്ട്രം പറയുകയാണെങ്കിൽ ഒരു എനർജി ഇൻടേക്കും എനർജി എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ഇംബാലൻസ് ഉണ്ടാവും. അതാണ് കോമൺലി പറയുന്നത്. പക്ഷേ ഞാൻ പേഷ്യൻസിനെ കാണുമ്പോൾ എല്ലാ PCODയുടെയും ഇത് കോസ് വേറെയാണ്. ഉദാഹരണത്തിന് ഒരു ലേഡിക്ക് PCOD ഉണ്ട് ആൻഡ് ദി പേഷ്യൻ്റ് ഈസ് അഡ്വൈസ് ടു ഹാവ് എ ഹെൽത്തി ഫുഡ് ആൻഡ് എക്സസൈസ്. പക്ഷേ ആ പുള്ളിക്കാരത്തി ഹെൽത്തി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ മൈൻഡ് ഈസ് സോ ഡിസ്റ്റർബ് ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു ജങ്ക് ഫുഡ്. അങ്ങനെ വരുമ്പോൾ ഫുഡല്ലല്ലോ അവിടെ പ്രശ്നം. ആ പുള്ളിക്കാരത്തേക്ക് ഫുഡിനോടുള്ള റിലേഷൻഷിപ്പാണ് പ്രശ്നം. അതായത് ഇന്ന ഫുഡ് കഴിക്കുമ്പോൾ മേ ബി ഷീ ഈസ് ഫീലിംഗ് ഇമോഷണലി വെൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ PCODക്ക് ഫുഡ് മാത്രമല്ല അവിടെ കാരണം. ഇമോഷണൽ ഹെൽത്ത് ഡിസ്റ്റർബ് ആവുന്ന ഒരു റീസണാണ്. ഇത് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നതിൻ്റെ ഇമോഷണൽ ഹെൽത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇമോഷണൽ ഡിസ്റ്റർബൻസ് മിക്കവർക്കും ഉണ്ട്, അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അത് എക്സ്പ്രസ് ചെയ്യാതെ വരുമ്പോൾ ബോഡിയിൽ നാച്ചുറലി ഹോർമോൺ ഡിസ്റ്റർബൻസസ് ഉണ്ടാവുന്നു. അതുമൂലം PCOD വരാം. പിന്നെ ഉള്ള ഫാക്ടേഴ്സാണ് ഡയറ്റ് തെറ്റിയിട്ടുള്ളത്,
ജങ്ക് ഫുഡിൻ്റെ ഈറ്റിംഗ്, ലേറ്റ് ഡയറ്റ് ഡൈനിങ്, ഉറക്കക്കുറവ്, വ്യായാമം ഇല്ലായ്മ, ഇതെല്ലാം അതിപ്പം PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടർ കാരണമല്ല, അതൊരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലമാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈലിനെ അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് നോക്കിയിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടത്. PCODയിൽ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് വെച്ചാൽ മിക്കവരും ഡയറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എവിടെയെങ്കിലും ക്രാഷ് ആവും. ദേ കം ടു us ആൻഡ് ആസ്ക് ദാറ്റ്, ഓ ഡോക്ടറെ ഞാൻ അത് ചെയ്തായിരുന്നു, ആ ഡയറ്റ് ചെയ്ത് നോക്കി, അത് വർക്ക് ചെയ്തില്ല. അതെൻ്റെ പിന്നിൽ ഫെയിൽ ആവുന്നതിൻ്റെ മെയിൻ റീസൺ ഇസ് ദാറ്റ് ഡിഡ്ന്റ് അപ്രോച്ച് ദി റൂട്ട് കോസ്. ആ ഫുഡിനോടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാതെ ഒരാൾക്കും ബെറ്റർ ആവില്ല. സിമ്പിൾ ലോജിക് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആശുപത്രി കിടക്കുകയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് വരും കഴിക്കാൻ? കഞ്ഞിയോ എന്നെ വീട്ടിൽ വിളിക്കുകയാണെങ്കിൽ എന്ത് കഴിക്കാൻ തരും? കഞ്ഞി എന്തെങ്കിലും കഞ്ഞിയാണോ തരുന്നത്? പൊതുവെ ആൾക്കാർ വീട്ടിൽ വിളിക്കുമ്പോൾ കഞ്ഞി തരുമല്ലോ. വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഫാൻസി ആയിട്ടുള്ളതായിരിക്കുമല്ലോ ഫുഡ് തരുന്നത്. കൺസിഡർ ദാറ്റ് മേ ബി ദാറ്റ് വുഡ് ഡിപ്പെൻഡ് വാട്ട് ടൈം ഐ എം കമ്മിങ് ടു യുവർ പ്ലേസ്. ഈവനിങ് ആണെങ്കിൽ ചായയോടെ എന്തെങ്കിലും സാധനം. പക്ഷേ നിങ്ങൾ എന്നെ എപ്പം കാണാൻ ആശുപത്രിയിൽ വന്നാലും യു വിൽ ട്രൈ ടു ബ്രിങ് സിമ്പിൾ ഫുഡ്. അപ്പം ദാറ്റ് മീൻസ് സിക്ക് ആകുമ്പോഴത്തേക്ക് സിമ്പിൾ ഫുഡ് കഴിക്കണം, അതുവരെ എന്തും വേണം കഴിക്കാന്നുള്ളൊരു ഇതിലാണ്. അപ്പം ഈ ഇതിൽ ഞാൻ പറഞ്ഞു വന്ന പോലെ തന്നെ PCODയിൽ ആക്ച്വലി വരുമ്പോഴത്തേക്ക് ഫുഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. പക്ഷേ അത് കാലറി ബേസ്ഡ് ആയിട്ട് മാത്രമല്ല. എനി പേഴ്സൺ ഹു ലൈക്സ് ഈറ്റിംഗ് വുഡ് ഹാവ് എ ഡെഫിനറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഫുഡ്. അത് ശരിയാവാം, തെറ്റാവാം. അപ്പം അതിനൊന്നും കൂടെ അൺലേൺ ചെയ്തിട്ട് ഒന്ന് റീലേൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പോകും, ക്രാഷ് ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്ലിനിക്കിൽ ചെയ്യുന്ന ഒരു ജേർണലിംഗ് പ്രോട്ടോകോൾ ചെയ്യും. അതായത് ഒരു ഡയറ്റ് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഡിപ്പെൻസ് ഇത് നമ്മൾ ഒരു സമയത്ത് ഒരു ലോങ് പ്രോട്ടോകോൾ ഡയറ്റ് കൊടുക്കും, ചിലവർക്ക് കുറച്ച് ഷോർട്ട് പീരീഡ് ട്രയൽ ആൻഡ് റൺ കൊടുക്കും. അത് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ഹൗ മൈൻഡ്ഫുള്ളി ദേ ആർ ഏബിൾ ടു കണക്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഘടകമാണ് ഫോട്ടോ എടുത്ത് അയക്കുക. നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഭക്ഷണം തൊടുന്നതിന് മുന്നേ നമ്മളൊരു ഫോട്ടോ എടുക്കും. ബിക്കോസ് ദാറ്റ്സ് സോ അട്രാക്റ്റീവ് ആൻഡ് പ്ലീസിങ് ദാറ്റ് വി വോണ്ട് ടു കണക്ട് ടു ദി ഫുഡ്. പക്ഷെ നമ്മൾ ദിവസം കഴിക്കുന്ന ഫുഡിൻ്റെ ഫോട്ടോ എടുക്കുമോ? അതിൻ്റെ ഒരു കാരണം ഉണ്ടായിരിക്കും. മേ ബി വി ആർ നോട്ട് ഫീലിംഗ് ദി കണക്ഷൻ, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, PCOD എന്ന് പറയുന്നതിൻ്റെ ജനറൽ ആയിട്ടുള്ള റീസൺ വേണമെങ്കിൽ നമുക്ക് പറയാം ഫുഡും എക്സസൈസ് കുറവ്. പക്ഷേ അത് മാത്രമല്ല, അതിൻ്റെ പുറകെ കുറേ ആസ്പെക്ട്സ് ഉണ്ട്. അതിനെല്ലാം കറക്റ്റ് ചെയ്താൽ കൂടെയാണ് ഇത് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് മാറ്റാൻ പറ്റുന്നത്. പിന്നെ സാധാരണ രീതിയിൽ പിള്ളേർ ആക്ച്വലി ഇതിനെക്കുറിച്ച് ബോധേഡ് അല്ല അൺടിൽ അൺലെസ് ദേ ആർ ഗെറ്റിംഗ് മാരിഡ്. അതും നമ്മളൊന്ന് മാറ്റി പിടിക്കേണ്ടതുണ്ട്. ആ അവെയർനെസ് അവിടെ ഉണ്ടാവേണ്ട ഒരാവശ്യമുണ്ട്. ഈ മെൻസസ് ഇറഗുലർ ആവുന്നതോ പെയിൻഫുൾ ആവുന്നതോ കോമൺ ആകാം, പക്ഷെ അത് നോർമൽ അല്ല. അപ്പം അതൊന്ന് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം താങ്ക് യു ഡോക്ടർ. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ യോഗയെ പറ്റിയിട്ടുള്ള തന്നെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു എല്ലാവർക്കും. പൊതുവെ എല്ലാവരും യോഗ എന്ന് പറയുമ്പോൾ ചുമ്മാ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ശരീരം ഒന്ന് ഒടിഞ്ഞു മടങ്ങാൻ വേണ്ടി ചെയ്യുന്ന ഒരെണ്ണമായിരുന്നു. പക്ഷെ അതല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ നമുക്കൊരു അവയർനെസ് പോലെ തന്നു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു നിത്യ.